എല്ലാവരും കളിയാക്കുന്ന സാധനം ടിക്ടോക്ക് ഓളി എന്നൊക്കെ പറയില്ലേ. എൻ്റെ പക്ക എക്സാമ്പിൾ ആയിരുന്നു ഞാൻ. അന്ന ടൈമിൽ നമ്മൾ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ആക്കാൻ നേരത്ത് വന്നിട്ട് നല്ല രീതിയിൽ ഊക്കും. അതെ, ഊക്കുന്ന് വെച്ചാൽ നമുക്ക് കൊള്ളും. ഇപ്പൊ ഈ അലൻ ജോസ് പെരേരനൊക്കെ വരെ കളിയാക്കുന്ന ലെവലിൽ നമ്മളൊന്ന് കളിയാക്കുന്നു. ഒരിക്കലും ചെയ്യരുത്. 10 വർഷമാണ് എൻ്റെ പോയത്. കാണുന്ന എല്ലായിടത്തും പറയും നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ നിൽക്കരുത്, നോക്കരുത്. ഞാൻ ഈ അടുത്ത് ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് ഇപ്പോൾ എനിക്ക് നിലവിൽ ഞാൻ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങി എന്നുള്ള ഇപ്പോൾ അന്ന് കളിയാക്കിയവരൊക്കെ വന്നിട്ട് ഇപ്പൊ എന്നോട് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ആൾക്കാർക്ക് ജോലിയില്ല അവർ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നില്ല. നമ്മൾ ഈ ഫൈവറൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ഹൗസ് വൈഫ്സിനൊക്കെ ആയാലും മാക്സിമം അതിലേക്ക് വരാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഫൈവർ എന്നൊക്കെ പറഞ്ഞു. കൂടുതലും ലൈഫിനോടൊക്കെ ഹെൽപ്പില്ലേ, ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്നവർക്ക് ബാക്കി എല്ലാവരോടും ദേഷ്യം. ഞാൻ കണ്ടേക്കുന്ന കമന്റ്സ് കൂടുതലും അവർ ലൈഫിൽ അൺഹാപ്പി ആണെങ്കിലായിരിക്കും ഫേക്ക് കമന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കമന്റ്സ് വരുന്നത്, അവരുടെ ഫ്രസ്ട്രേഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റേ അന്ന് അവരൊക്കെ എന്നോട് പറഞ്ഞു നീ കാർത്തിക് സൂര്യ എന്ന് വിചാരിച്ച് കയറി അങ്ങ് പോയി ഒച്ച ഉണ്ടാക്കിക്കോന്ന്. പക്ഷെ ആ വീഡിയോസ് ഇപ്പോഴും യൂട്യൂബ് കിടക്കുന്നുണ്ട്. ഞാൻ ആ വ്ളോഗ് ചെയ്ത സാധനം അടിപൊളിയായിട്ട് പോയിട്ടുള്ളത്. അതായത് നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ചലഞ്ച് ചെയ്യുക. പക്ഷെ അപ്പോഴേ നമ്മൾ വളരുള്ളൂ. വെൽക്കം ടു അൺപ്ലാൻഡ് സ്റ്റോറീസ്. താങ്ക് യു. കൃഷ്ണാസ് ഇത് BCA അല്ലേ പഠിച്ചത്? ഞാൻ BCA ആണ്. BCA കഴിഞ്ഞിട്ട് കോണ്ടന്റ് ക്രിയേഷൻ, അത് കഴിഞ്ഞിട്ട് ഓണ്ടർപ്രണർഷിപ്പ്. കോണ്ടന്റ് ക്രിയേഷൻ ലാസ്റ്റ് ഇപ്പോൾ ബിസിനസ് വിസിഗ്രോ അല്ലേ? ആ സ്റ്റോറി എവിടെ തുടങ്ങണം? കോണ്ടന്റ് ക്രിയേഷനിലോട്ട് വന്ന സ്റ്റോറി പറഞ്ഞാൽ. കോണ്ടന്റ് ക്രിയേഷനിലേക്ക് അത് നോർമൽ എല്ലാവരുടെയും ഉള്ളിൽ ഈ പറഞ്ഞ പോലെ പാഷൻ ഉണ്ടാവുമല്ലോ. എനിക്ക് ഈ സമയത്ത് പണ്ട് മുതൽ എല്ലാവരും കളിയാക്കുന്ന സാധനം ടിക്ടോക്ക് ഓളി എന്നൊക്കെ പറയില്ലേ. എൻ്റെ പക്ക എക്സാമ്പിൾ ആയിരുന്നു ഞാൻ. അതായത് ടിക്ടോക്കൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര ടിക്ടോക്കൊക്കെ ചെയ്യും. എന്നിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് എൻ്റെ കസിൻസ് അതുപോലെ തന്നെ വീടിനടുത്തുള്ള ചേട്ടന്മാർ അന്ന ടൈമിൽ നമ്മൾ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ആക്കാൻ നേരത്ത് വന്നിട്ട് നല്ല രീതിയിൽ ഊക്കും. അതെ, ഊക്കുന്ന് വെച്ചാൽ നമുക്ക് കൊള്ളും. എനിക്ക് ഇപ്പം ഈ അലൻ ജോസ് പെരേരനൊക്കെ വരെ കളിയാക്കുന്ന ലെവലിൽ നമ്മളൊന്ന് കളിയാക്കുന്നു. ഇങ്ങനെ വീട്ടുകാർക്ക് ഇതാക്കല്ലേ ഇതെല്ലാം വെച്ചിട്ട് ഇതാക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താ, നമുക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ എന്താ ഉള്ളിലൊരു ഭയങ്കര ഒരു സാധനം കിട്ടുന്നുണ്ട്, ഒരു പാഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ടായാലും ചെയ്ത് കൊടുക്കാം, നമുക്ക് വർക്കായിട്ട് തോന്നില്ല എന്നൊരു ഫീല്. ഞാൻ ലാസ്റ്റ് വീട്ടിൽ എല്ലാവരും പറഞ്ഞ പോലെയൊക്കെ തന്നെ എനിക്ക് ഫിലിമിൽ അഭിനയിക്കണം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നോർമൽ ആൾക്കാർ പുറത്തുനിന്ന് കൊച്ചിയിലേക്ക് തന്നെ, ഞാൻ കൊച്ചിയിൽ തന്നെയാണ്, എന്നിട്ട് കണ്ണി കണ്ട ഓഡീഷനിലൊക്കെ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് ഫുൾ സിനിമ ഭ്രാന്തായിരുന്നു. പക്ഷെ ആ ടൈമിൽ ഈ പറഞ്ഞ പോലെ അത് കോളേജ് ടൈമാണ്. റിയാലിറ്റിയിലേക്ക് വരുന്ന സ്ഥലമുണ്ടല്ലോ, റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ മൊത്തം മാറി. നമുക്ക് ജോലി വേണം, അതുപോലെ തന്നെ ഇൻകം ഉണ്ടാക്കണം, വീട്ടുകാരേലും ചുറ്റും എനിക്ക് ബന്ധുക്കളുടെ അടുത്ത് നല്ലതൊക്കെ ഉണ്ട്. അതായത് നിൻ്റെ അനിയത്തിനൊക്കെ കണ്ട് അവൾ ഡിഗ്രിയിൽ ഇത്ര മാർക്ക്, ഇപ്പോൾ MBA ചെയ്യാൻ പോകണം, നീ ഇതേപോലെ ഡിഗ്രിയും കഴിഞ്ഞിട്ട് ജോലി ഇല്ലാണ്ടൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട്. മറ്റേ വാഴ ഫിലിമിലെ ചില സീൻസില്ലേ, കറക്റ്റ് കാര്യം. പാഷന് ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പൈസ മണി സ്പീക്സ് എന്നാണല്ലോ. അതെ അതെ, അത് നല്ല രീതിയിൽ കിട്ടി. നല്ല ബാഡ് അടിച്ചപ്പോഴാണ് ഓക്കെ പണിക്ക് പോകണം. അതായത് നമുക്ക് പാഷൻ എന്നുള്ള സാധനം ഡ്രോപ്പ് റിയാലിറ്റി ആയി. അങ്ങനെയാണ് കുത്തിയിരുന്ന് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കോഡിങ് പഠിച്ച്. ഓക്കെ, അതിനുവേണ്ടി കോഡിങ് പഠിച്ച്. എനിക്ക് പാഷൻ ഒന്നും ഉണ്ടായില്ല, കോഡിങ് പഠിച്ച്. ഈ പറഞ്ഞ ബന്ധുക്കളെയും ഇവരെയൊക്കെ 3 ദിവസം കൊണ്ട് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്ത് ഞാൻ എഞ്ചിനീയറായി, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിന്നെ വർക്കും ചെയ്തത്. അവിടെ പോയി പഠിച്ച് 3 months കൊണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി. ഈ പറഞ്ഞില്ല എന്നിട്ട് 25,000 ഇന്ന് സാലറി, ഫസ്റ്റ് സാലറി 25,000. എഞ്ചിനീയറായി കയറി. എല്ലാവർക്കും വീട്ടുകാരെയും എല്ലാവരും ഹാപ്പി ആക്കി, കസിൻസിനെ എല്ലാവരും ഹാപ്പി ആക്കി കൊടുത്ത്. ഓക്കെ മനസ്സിലായല്ലോ, പണിക്ക് പോകാൻ പറ്റുന്നത് മനസ്സിലായല്ലോ, ജോലി കിട്ടുന്നത് മനസ്സിലായല്ലോ, ഇനി എന്നെ എൻ്റെ വഴിക്കൊന്നും കിട്ടുമെന്നിച്ച്. ഇനി എനിക്ക് എൻ്റെ പാഷൻ പോകണം. ഞാൻ കുറച്ചാൾ ജോലി ചെയ്ത്, ഒരു 3-4 മാസമൊക്കെ ജോലി ചെയ്ത്. അപ്പോൾ അവരോടും പറഞ്ഞു ഇനി എൻ്റെ സിനിമയെന്നോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് എടുക്കണ സ്വപ്നം നടന്നില്ലെങ്കിൽ ഞാൻ സേഫായിട്ടൊരു സാധനം വെച്ചിട്ടുണ്ട്, ഞാൻ എന്തായാലും തിരിച്ച് പൊക്കോളാം. അപ്പോൾ അവർ നോക്കുമ്പോൾ ഓക്കെ ഇപ്പം പറഞ്ഞാൽ ന്യായമുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു ഇനി എന്താ വെച്ചതെന്ന് പറഞ്ഞു. അപ്പം അന്നാണ് ഞാനിതുപോലെ ഓപ്പർച്യൂണിറ്റീസ് നോക്കി തുടങ്ങിയത്. ആദ്യം ഞാൻ ഫിലിം തന്നെ നോക്കിയേ, ഫിലിം പിന്നെ ഓഡീഷൻസ് നോക്കി. പക്ഷെ അത്രയും കോമ്പറ്റീഷനുള്ള പിള്ളേർ കൊണ്ട് എളുപ്പമല്ല കിട്ടാൻ. അതിനുശേഷമാണ് ഞാൻ പിന്നെ അന്ന് ആ ടൈമിൽ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സാധനം ജോബായിട്ട് ഈ കമ്പനികളിൽ ഞാൻ കണ്ടിട്ടില്ല. അന്ന് അതൊരു റോളാണെന്ന് എനിക്ക് അറിയില്ല. അന്ന് ഇത് പറഞ്ഞ പോലെ എൻട്രി ആപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് കോണ്ടന്റ് ക്രിയേറ്റർ വേക്കൻസി. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ സാധനം, അതിൽ 2 കാര്യമുണ്ട്, രണ്ടും എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കണമായിരുന്നു. കോഡിങ് അറിയണം, വീഡിയോ ചെയ്യാൻ പാഷനേറ്റ് ആവണം. ഓക്കെ, അപ്പം ഞാൻ ശരിക്കും സ്ട്രൈക്ക്. ഞാനവിടെ പോയി എഞ്ചിനീയർ ആയത് വേസ്റ്റ് ആയില്ല, എനിക്ക് കോഡിങ് അറിയാം. ഞാൻ എന്നിട്ട് ഈ പറഞ്ഞ കോഡിങ്ങിലേക്ക് അവരുടെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോസ് ഇങ്ങനെ ചെയ്യും. ഓഡീഷൻ എടുത്തു. അന്ന് കുറച്ചധികം ഓഡീഷൻസ് ആൾക്കാരുണ്ടായി. എനിക്ക് സെലക്ഷൻ കിട്ടി. കാരണം ഞാൻ പണ്ടേ പോലെ ഓഡീഷൻസിന് പോകാം.
അപ്പോൾ ഇതെനിക്ക് സിമ്പിൾ ഓഡിഷൻ പുല്ലാണ്. ഭയങ്കര വിഷയം. മറ്റവരെന്നോ അവിടെ കിടന്ന് കരഞ്ഞ് അഭിനയിക്കാനൊക്കെ പറയണേ, ഇവരെന്നോട് വന്നിട്ട് 2-3 ഡയലോഗ് കോഡിങ്ങിൻ്റെ പറയാനൊക്കെ പറയും. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് പെട്ടെന്ന് കിട്ടി. അങ്ങനെ അവിടെ കോണ്ടന്റ് ക്രിയേഷൻ അത്യാവശ്യം നൈസായിട്ട് പോയി. പക്ഷെ അവിടെ നമുക്ക് ഒരു പൊട്ടൻഷ്യൽ റീച്ച് അധികം ഉണ്ടായില്ല. ഞങ്ങൾക്ക് അത്യാവശ്യം വർക്ക് ഹാപ്പി ആയിട്ട് പോയി, എല്ലാ എൻവയോൺമെൻ്റ് എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് വിചാരിച്ച ഗ്രോത്ത് കിട്ടുന്നുണ്ടായില്ല. ആ സമയത്താണ് ഞാൻ മുമ്പ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അവിടെ ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റി. അതായത് കോണ്ടന്റ് എന്നുള്ള സാധനം ഞാൻ അവിടെ നിന്നാണ് പഠിക്കണം. ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ, ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ പഠിച്ച്, ആ ടീം അടിപൊളിയായിരുന്നു. അവിടുത്തെ മീഡിയ ടീം ഒരു രക്ഷയുണ്ടായില്ല. ആ മീഡിയ ടീമിൽ പകുതി പേര് ഇപ്പം എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത് എനിക്ക് അത്രയും ഞാൻ സെലക്റ്റീവായിട്ട് കുറച്ച് ആൾക്കാരെ ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ എൻ്റെ ഒപ്പം ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. എഡിറ്റേഴ്സ് ആയാലും ക്യാമറ ആയാലും അതുപോലെ കോണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് അങ്ങനെ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ എന്താ പറഞ്ഞാൽ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്തു. അത്യാവശ്യം എന്നെ അറിയുന്ന ഒരു ടെക്കിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി എനിക്കുണ്ട്. ഒരു നമ്പർ പറയുകയാണെങ്കിൽ ചിലപ്പോൾ 2 to 3 lakh ഒരു ഓഡിയൻസ് എനിക്കുണ്ട്. കമ്മ്യൂണിറ്റി എനിക്ക്. അതായത് എനിക്ക് ആ ഒരു പേഴ്സണൽ ബ്രാൻഡ് എനിക്ക് കിട്ടി. അന്ന് ഇതുപോലെ ഞാൻ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് തന്നെ ഞാൻ ഒറ്റ തോട്ടില്ല. എനിക്കൊരു കമ്പനി ഞാൻ കയറുന്ന ടൈമിൽ അവിടെ ഒരു 70,000 ഫോളോവേഴ്സ് എന്തായിരുന്നു. ഞാൻ ഇറങ്ങുന്ന ടൈമിൽ അതൊരു 2 lakh മുകളിൽ ഫോളോവേഴ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. മൊത്തം എൻ്റെ ക്രെഡിറ്റ് ഒന്നുമല്ല, എന്നാലും ടീമിൻ്റെ എല്ലാം ഉണ്ടെങ്കിലും എനിക്കും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ ഞാൻ ആലോചിച്ചു, എന്നാൽ വൈ നോട്ട് ഇതെല്ലാ ബ്രാൻഡ്സിനും ചെയ്ത് കൊടുത്തുകൂടാ. ഓക്കെ, ഞാൻ ആ ഒരു തോട്ട് വന്നപ്പോഴാണ്. പക്ഷെ അന്നും ഞാൻ ആലോചിക്കുന്നത് ഫ്രീലാൻസറായിട്ടാണ്. അവിടെയാണ് ഫ്രീലാൻസറും ഏജൻസി ഓണറും വ്യത്യാസം വന്നത്. ഞാൻ ആ ഒരു തോട്ടിൽ നിന്ന് എല്ലാം ചേഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ക്ലയൻസിൻ്റെ നമ്പർ ഓഫ് ക്ലയൻസ് കൂടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ടീമാണ്. ആദ്യം 1-2 പേര് ഇരുന്നിട്ട് നമ്മൾക്ക് ഒറ്റയ്ക്കാണ് പ്ലാൻ ഇട്ടെ. ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് 2-2.5 മാസമായി. ഞങ്ങൾക്ക് 10 മുകളിൽ ഫ്രീലാൻസേഴ്സ്, ഞാൻ ഫുൾ ടൈം ആരും എടുത്തിട്ടില്ല, ഫ്രീലാൻസിങ് ടീം മെമ്പേഴ്സ് ഉണ്ട്, 10 മുകളിലുണ്ട്. ആൻഡ് VKC പോലത്തെ വലിയ ബ്രാൻഡ്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇതാണ് ഇതുവരെ ചെയ്യുന്നത്. ഈ ഇത് ഫ്രീലാൻസിംഗിൽ നിന്ന് ഏജൻസി ഓണറിലോട്ട് വന്നപ്പോൾ ഫേസ് ചെയ്യുന്ന മെയിൻ ചലഞ്ചസ് ഒക്കെ എന്താണ് ഇപ്പോൾ കറണ്ട്ലി? മെയിൻ ചാലഞ്ച് എനിക്കറിയാം, ഞാൻ പണ്ട് ഭയങ്കര കുറേയധികം ചാലഞ്ചസ് ഉണ്ട്. കാരണം പുറത്ത് ആൾക്കാർ കാണുന്ന നമ്മുടെ റീൽസ് മാത്രം. അവര് ഭയങ്കര സിമ്പിളായിട്ട് എല്ലാം കാണണം. എന്നോട് വന്നിട്ട് ബ്രോ ഭയങ്കര എന്താ പറയുക ഇൻസ്പയർഡ് ആയിട്ടുണ്ട്, പക്ഷെ ഞാനിത് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുക എന്നുള്ള രീതിയിലൊക്കെ എന്നോട് കുറച്ച് സംസാരിക്കും. അപ്പോൾ ഞാൻ പറയും, ബ്രോ നല്ല കാര്യം സ്റ്റാർട്ട് ചെയ്തോ, പക്ഷേ പുറകെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഒന്നാമത് നിങ്ങൾക്ക് ടീം അത്രയും സ്ട്രോങ് ആണോ, കൂടെ നിൽക്കുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഓരോ ടീം ഒന്നും മെയിൻ വേണം. പിന്നെ ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ അത് വളരെ പാടാണ്. ടീം കോർഡിനേഷൻ ഞാൻ ആദ്യം ചിന്തിച്ച പോലെയല്ല. കാരണം ഒരു നമ്പർ ഓഫ് ക്ലയൻറ്റ് കഴിഞ്ഞാൽ 10 ക്ലയൻറ്റിന് മുകളിലായപ്പോൾ തന്നെ എനിക്ക് വർക്ക് അത്ര വന്നു. ഞങ്ങൾക്ക് ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് 15 മുതൽ 20, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്ലയൻറ്റിന് ഒറ്റ ക്ലയൻറ്റിന് 50+ റീൽസ് പെർ മന്ത് വേണം. അത്ര വരുമ്പോൾ 100+ റീൽസ് നമ്മൾ ഒരു മാസം ഇറക്കണം. അതിന് നമ്മൾ വിചാരിക്കണ ഒരു ഇത് പോരാ, കോർഡിനേഷൻ പോരാ. അപ്പോൾ നിലവിൽ ഞാൻ 2.5 മാസം സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഫേസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ടീം മാനേജ്മെൻറ്റ്. അതായത് ഇത്രയും നമ്പർ ഓഫ് വർക്ക്സ് വരുമ്പോൾ നമുക്ക് എളുപ്പമായിരുന്നു. ഒരു 5 ആകുമ്പോൾ ഒരു 30 റീൽ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിൽ 30 റീലൊക്കെ വേണം മാസം. അപ്പോൾ ആ ടീം ഏറെക്കുറെ ഞാൻ ഒഫീഷ്യൽ ടീം ലീഡ് അല്ലാഞ്ഞിട്ട് പോലും അവിടുത്തെ ഏറെക്കുറെ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് വരുമ്പോൾ നമ്മളാണ് എഡിറ്റേഴ്സിനോട് പോയി എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ക്യാമറയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ തന്നെയാണ്. സോ അൺഒഫീഷ്യലി ഒരു ടീം ലീഡാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ. കാരണം ആളാണ് ഫുൾ കോണ്ടന്റോടെ ലീഡ് ചെയ്ത് കൊണ്ടുപോകണേ. ആൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ലീഡ് ഉണ്ടെങ്കിലും ലീഡ് ജസ്റ്റ് നോക്കിയിട്ട് അല്ല ഓക്കെ ആ ഒരു സംഭവം ഉള്ളൂ, അവർക്ക് അത്രേ ഉള്ളൂ. ഫുൾ പണിയെടുക്കുന്നത് കോണ്ടന്റ് ക്രിയേറ്ററും ഈ പറഞ്ഞ ടീമുമാണ്. അപ്പോൾ അത് ഞാൻ ടീമിൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഈസി ആയിരുന്നു. പക്ഷെ 30 റീൽസ് എന്നുള്ളത് ഈ പറഞ്ഞ നമ്പർ മാറി 100+ ആയപ്പോൾ അപ്പം ഞാൻ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മെയിനായിട്ട് ആദ്യം വന്ന ഇഷ്യൂസ് നമുക്ക് ഓൺ ടൈം ഡെലിവറി നല്ല ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ദിവസം കൊണ്ടൊക്കെ ആയിരുന്നു എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം അതൊരു 1.5 ഞാൻ ക്ലൈൻറ്റിനോട് 2 ദിവസം പറയും. അങ്ങനെ ഒരു അത് ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യം ഒരു ദിവസം ചോദിച്ചിട്ട് ഞാൻ 2ാമത്തെ ദിവസം കൊടുക്കുമ്പോൾ എനിക്കൊരു ചെറിയ നെഗറ്റീവ് ഉണ്ടായി അവരുടെ സൈഡിൽ നിന്ന്, നിങ്ങൾ 1 ഡേ എക്സ്ട്രാ പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പം ഞാനത് സോർട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യമേ മുൻകൂട്ടി പറയും 2 ഡേയ്സ് എടുക്കും വേണം. അപ്പോൾ അതൊരു ഇഷ്യൂ. പിന്നെ ബഡ്ജറ്റിൻ്റെ സംഭവം, അതായത് ചില ക്ലയൻസിന് അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങാതൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറേ ലോസ് കിട്ടിയിട്ടുണ്ട് കോൺട്രാക്ട് ഇല്ലാണ്ട്. അപ്പം നിലവിലൊരു വലിയ ബ്രാൻഡിൻ്റെ അടുത്ത് നിന്ന് അത് അവർക്ക് സംബന്ധിച്ചോളം നിസ്സാര പേയ്മെൻറ്റാണ്. അതായത് 11,000 ചെറിയ അത് അവർക്ക് നിസ്സാര പേയ്മെൻറ്റാണ്. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ് കൊണ്ട്
ഞങ്ങൾക്ക് അതൊക്കെ വലിയ എമൗണ്ടാണ്. കാരണം എഡിറ്റേഴ്സിനും ക്യാമറയ്ക്കൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പുറമെ നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ടാണ്. അതിൻ്റെയൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ് ഒരു പ്രോബ്ലംസ് ആയിട്ട് ലെസൺസ് ആയിട്ട് എടുക്കുന്നുള്ളൂ. ഇനിയും പഠിക്കാനുണ്ട്. ഇതുപോലെ എനിക്ക് വലിയ വലിയ മെന്റേഴ്സിൻ്റെ അടുത്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. നമ്മളൊക്കെ ചെയ്ത് ഇതുപോലെ ലെസൺസ് ആണല്ലേ, എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചതാണ്. ഒരു SOP ബിൽഡ് ചെയ്താൽ തീരാവുന്ന കേസേ ഉള്ളൂ. ഇതല്ല നമ്മുടെ ആ ഒരു എങ്ങനെ വർക്ക് ഫ്ലോ എങ്ങനെ പോകണം ചെറുതായിട്ടൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് ടീമിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പോവാം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട് ആ ടീമിനകത്ത് നിന്ന് ടീം ലീഡേഴ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അതെ, നിലവിൽ ഞാനും ആദ്യം ആലോചിച്ചുകൊണ്ടിരുന്ന എല്ലാത്തിലും എൻ്റെ തല വേണം, എല്ലാത്തിലും ഞാൻ നോക്കണം, ഒരിക്കലും ചെയ്യരുത്. പിന്നെ എനിക്കത് എനിക്ക് 8 വർഷമാണ് എൻ്റെ പോയത്. അത് വല്ലാത്ത എൻ്റെ ഒരു മെയിൻ പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണുന്ന എല്ലായിടത്തും പറയും നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ നോക്കരുത്. ടീം ബിൽഡ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ അത് ഡോക്യുമെന്റ് ചെയ്യുക, പ്രോസസ്സിനെ ഡോക്യുമെന്റ് ചെയ്താൽ മതി. എങ്ങനെ പോകണമെന്നുള്ള ഡോക്യുമെന്റേഷൻ വന്നു കഴിഞ്ഞാൽ SOP ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ആയി പോകും. ഞാനിപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്ന കാര്യം അതെ, കാരണം കുറച്ചധികം നല്ല ടീം മെമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പേരൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ അഭിനവ് എന്നുള്ളത് പുതിയ, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളാണ് അഭിനവ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളിപ്പോൾ നെസ്ലിൻ എന്ന് വെച്ചാൽ കളിയാക്കണം, അവന് നെസ്ലിൻ്റെ പക്ക വോയിസ് ഒക്കെ ഇമീഡിയറ്റ്. അപ്പോൾ അവൻ പുതിയതായിട്ട് ടീമിലേക്ക് വന്നാൽ പക്ഷെ അവൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ നിലവിൽ അവനെ വെച്ചിട്ട് മാക്സിമം ഞാനിപ്പോൾ കോണ്ടന്റ് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനാണ് ഏറെക്കുറെ കോണ്ടന്റ് ഒക്കെ ചെയ്യുന്നത്. അതേസമയം എൻ്റെ അടുത്ത് ആദ്യം വന്ന ക്ലൈൻ്റ് ഒക്കെ പറഞ്ഞിട്ടിരുന്നത് കൃഷ്ണാസ് തന്നെ എന്താ പറയുക കോണ്ടന്റ് ബിൽഡ് ചെയ്യണം, കൃഷ്ണാസ് തന്നെ വന്നിട്ട് ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താ, എല്ലായിടത്തും ഞാൻ അവൈലബിൾ ആവില്ല. അതെ, അപ്പോൾ എൻ്റെ ടൈമാണ് അവിടെ പോകുന്നത്, അത് സ്കെയിലബിൾ അല്ല. അപ്പോൾ അതെനിക്ക് മനസ്സിലായ ടൈമിലാണ് ഓക്കെ ഇതിപ്പോൾ നിലവിൽ വർക്കൗട്ട് ആവില്ല, ആസ് എ ഏജൻസി ഓണർ ഇത് പോവില്ല. അപ്പോൾ എനിക്ക് നല്ല ടീം മെമ്പേഴ്സിനെ ബിൽഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഇത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. പേഴ്സണൽ ബ്രാൻഡിനോടൊപ്പം നമ്മുടെ കമ്പനിയും ബ്രാൻഡ് ചെയ്യാൻ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഈ ഫ്രീലാൻസിൻ്റെ കഥ പറഞ്ഞില്ലേ, അപ്പോൾ ഈ ഫ്രീലാൻസിങ് ടൈമിൽ ഇപ്പോൾ കുറേ ആൾക്കാർ ഈവൻ മീ ഫൈവറിലും അപ്വർക്കിലൊക്കെ അക്കൗണ്ട് ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ മൈൻഡ് വർക്ക് ചെയ്യില്ല. പക്ഷെ ഫൈവറിന്ന് വർക്ക് പിടിക്കുന്ന ഞാൻ സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം കുറച്ചധികം പുറത്തുള്ള ക്ലൈൻറ്റ്സ് ഉണ്ട്. നോർമലി ഞാൻ കണ്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫൈവറിലൊക്കെ എല്ലാവർക്കും ചാറ്റ് വഴിയിട്ടാണ് സ്റ്റുഡൻസിനെയൊക്കെ അറിയുന്നത്. പക്ഷെ എനിക്കൊരു ലക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവർക്കൊക്കെ ട്യൂട്ടറിങ് കൊടുക്കണം. അതായത് എൻ്റെ സൈഡിൽ ഞാൻ ചിന്തിച്ചു എല്ലാവരും ഫൈവറിൽ വരുന്നത് ഫ്രീലാൻസ് ചെയ്യാനാണ്. എന്നാൽ ഫ്രീലാൻസ് ചെയ്യുന്ന നേരത്ത് നമ്മൾ എന്താ ഫ്രീലാൻസ് ചെയ്യേണ്ടത് അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എൻ്റെ കേസിൽ എനിക്കന്ന് സ്ട്രോങ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഡെവലപ്പർ ആയിരുന്നു, സെക്കൻഡ് ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ചെയ്തു. അപ്പോൾ ഞാൻ ഫൈവറിൽ വന്നപ്പോൾ ഞാൻ നോക്കി ആദ്യം കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണോ, അതായത് കോണ്ടന്റ് മാർക്കറ്റിംഗ് അങ്ങനത്തെ സർവീസ് കൊടുക്കണോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കണോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡെവലപ്മെൻറ്റിന് പഠിക്കാൻ ആൾക്കാർക്ക് നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഫൈവർ പറയാൻ നോക്കിയപ്പോൾ മനസ്സിലായി. അങ്ങനെ ഞാൻ ഫൈവറിൽ ഇട്ടിരിക്കുന്നത് ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഗിഗാണ്. ഫൈവറിൽ ഗിഗ് എന്നല്ല പറയണത്, ഗിഗ് ഇട്ടേക്കണം. അപ്പോൾ അതിൽ എനിക്കിപ്പോൾ എങ്ങനെ എൻക്വയറീസ് വരുന്നതെന്ന് തന്നെ കുറേ പേര് ചോദിക്കും, എങ്ങനെയാണ് ഫൈവർ ഇത് എന്താ പറയുക എൻക്വയറീസ് വരേണ്ടത്, ഞങ്ങൾക്ക് ഇതൊരു 0 എൻക്വയറീസ് ആണ് വരുന്നത്, ഞങ്ങൾക്ക് റീച്ച് കിട്ടുന്നില്ല. സിമ്പിൾ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈറ്റിലും നിങ്ങളുടെ ഗിഗിൻ്റെ തമ്മിലും പോരാ. ഫസ്റ്റ് സാധനം നിങ്ങൾ ആ സാധനം കണ്ടാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ആദ്യം ചിന്തിക്കുക. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളൊരു കസ്റ്റമറാണ്, നിങ്ങൾ നിങ്ങളുടെ ഗിഗ് തന്നെ കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എൻക്വയറീസ് കിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ച കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എൻ്റെ ടൈറ്റിൽ ആൻഡ് എൻ്റെ തമ്മിൽ ഞാൻ അട്രാക്റ്റീവ് ആക്കും, ക്ലിക്ക് ബേറ്റ് ആക്കും. സോ എൻ്റെ തമ്മിൽ ആൻഡ് ടൈറ്റിൽ നല്ല ക്ലിക്ക് ബേറ്റ് ഹാവ് ടു മേക്ക് $200 per day. ഇതാണ് എൻ്റെ ടൈറ്റിൽ, ഗിഗിൻ്റെ ടൈറ്റിൽ. അപ്പോൾ കാണുന്ന ആൾക്കാർ ഹൗ ടു മേക്ക് $200 per day അതെങ്ങനെ. എന്നിട്ട് ഞാൻ തമ്മിലും കൊടുത്തേക്കുന്ന സെയിം $200 per day ഏൺ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു യൂട്യൂബിലെ സെയിം പരിപാടി. അതാണ് എല്ലായിടത്തും അതിനെ വർക്ക് ചെയ്യും. കാരണം എവിടെ ടൈറ്റിൽ എവിടെ തമ്മിലുണ്ടോ അവിടെ ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യും. അതാണ് സിമ്പിൾ. ഞാൻ കൊടുത്തു, എനിക്ക് അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഫ്രാൻസിലെ സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ UK ഉണ്ട്, കാനഡ ഉണ്ട്. അതും നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി 1 hour വെച്ചിട്ട് ഞാനൊരു 7 days ഒരു ഇതാണ് കൊടുക്കുന്നത്, ചെറിയൊരു സെഷൻ പോലെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ഒരു എമൗണ്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ $85 വെച്ചേക്കുന്നത്, അത് വൈകാണ്ട് തന്നെ നമുക്ക് $100 ആക്കാം, $150 ആക്കാം. കാരണം ടൈറ്റിൽ കൊടുത്തേക്കുന്ന സാധനം $200 per day ഏൺ ചെയ്യാവുന്ന. അത് നമ്മൾ ഗിഗിൽ വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേർഡ്പ്രസിൻ്റെ വെബ്സൈറ്റ് ആണെങ്കിൽ തന്നെ ഇന്ത്യയിൽ 15,000 മിനിമം ചാർജ് ചെയ്യണം. മിനിമം ചാർജ് ഒക്കെ ചെയ്യണം. അത് 15 to 20 റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് 20+ പോകും. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന 7 days കൊണ്ട് ഞാൻ എങ്ങനെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം, ഫ്രം സ്ക്രാച്ച് തന്നെ ബിൽഡ് ചെയ്യാം, എങ്ങനെ ടെംപ്ലേറ്റ്സ് വെച്ചിട്ട് ബിൽഡ് ചെയ്യാതെ പഠിപ്പിച്ചു കൊടുക്കണം. സോ ടെക്നിക്കലി ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് റൈറ്റാണ്. അതെ,
മനസ്സിലായോ? അപ്പം ഞാൻ അത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ക്ലിക്ക് ബെയ്റ്റ് ആയിട്ടാണ് ഇട്ടിട്ടുണ്ടെങ്കിലും വരുന്നവർക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അവരിൽ നിന്ന് റെഫറൻസ് കിട്ടുന്നുണ്ട്. ഇവർക്ക് എന്നെ ഡയറക്റ്റ്ലി ഫേസ് ടു ഫേസ് കാണാം. അതുകൊണ്ട് ഇവർക്ക് ട്രസ്റ്റ് കിട്ടുന്നുണ്ട്, ഞാൻ ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഇവരെ റെഫർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ ഫൈവർ യൂസ് ചെയ്യുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ആൾക്കാർക്ക് ജോലിയില്ല പറഞ്ഞ അവർ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. ഈ ഫൈവറൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലോണം ചെയ്യാം. കൂടുതൽ ഹൗസ് വൈഫ്സിനൊക്കെ ആയാലും മാക്സിമം അതിലേക്ക് വരാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഫൈവർ എന്നൊക്കെ പറഞ്ഞാൽ. കാരണം ഇതുപോലെ വീട്ടിലിരുന്ന് ട്യൂട്ടർ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കാം, ഗ്രാഫിക് ഡിസൈനിങ് കഴിവുള്ള ആൾക്കാരുണ്ട്. എല്ലാം ഫ്രീലാൻസ് ചെയ്യാൻ പറ്റുന്ന. അതായത് ജസ്റ്റ് ഇപ്പോൾ ഫൈവർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന്. നമ്മളായിട്ട് ഇങ്ങനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചിന്തിക്കുന്ന പകരം അതിൽ തന്നെ കുറേ സാധനം ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് സ്കിൽസ് കുറഞ്ഞ് ഉള്ളവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങൾ വരണ്ടായി. ടൈപ്പിംഗ് ജോബ്സ് വരെ വന്നിട്ട് കിടക്കുന്നുണ്ടായി. പക്ഷെ അതൊക്കെ വൻ കോമ്പറ്റീഷനാണ്, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. സ്കാമിൽ പോയി പെടാതെ ഇതിനകത്ത് തന്നെ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും ഫൈവർ. പക്ഷെ കുറേ പേർക്ക് അറിയില്ല എന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ഫൈവർ എന്നുള്ള സാധനം നമ്മൾ പറയുമ്പോഴും ആൾക്കാർക്ക് വലിയൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ഇതുപോലെ സ്കാമാണോ, നമ്മൾ പൈസ കൊടുക്കണോ, അങ്ങനെ കുറേ ഡൗട്ട് ഉണ്ട്. എന്നാൽ ഇതിൽ പൈസ കൊടുക്കണ്ട, നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും, ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ആകെയുള്ള സാധനം വേണമെന്ന് പറഞ്ഞാൽ പേയ്പാൽ അക്കൗണ്ട് വേണം. പുറത്തുനിന്നുള്ള പേയ്മെന്റ് ആയതുകൊണ്ട് ഒരു പേയ്പാൽ അക്കൗണ്ട് വേണം. പേയ്പാൽ അല്ലെങ്കിൽ പയോനിയർ, അങ്ങനെ കുറച്ചധികം പ്ലാറ്റ്ഫോം ഏതായാലും മതി. അതൊക്കെ പെട്ടെന്ന് തന്നെ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഡീറ്റെയിൽഡ് മലയാളത്തിൽ തന്നെ വീഡിയോസ് ഉണ്ട്. ഞാൻ അന്ന് കോവിഡ് ടൈമിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കോവിഡ് ടൈമിൽ തന്നെ അന്ന് അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോസ് നോക്കിയിട്ടാണ് പേയ്പാൽ ബിൽഡ് ചെയ്യണേ, ഫൈവർ ബിൽഡ് ചെയ്യണേ. ഫൈവറിൻ്റെ വീഡിയോസ് ഒന്ന് ലിമിറ്റഡ് ആയിരുന്നു, പക്ഷേ ഇംഗ്ലീഷിലെ കുറച്ച് വീഡിയോസ് ഉണ്ടായി. പക്ഷെ ഇപ്പോൾ മലയാളത്തിലുണ്ടെന്നു. മലയാളത്തിൽ വീഡിയോസ് ഉണ്ട്. അന്ന് ഉണ്ടായില്ല, അന്ന് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. കോവിഡ് ടൈമിലൊന്നും ഒന്നും ഉണ്ടായില്ല, എൻ്റെ ഒരു അറിവിലുണ്ടായില്ല. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, ഇപ്പോൾ കുറേ ആൾക്കാർ ഫൈവറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് റീച്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടോ? അവർ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണോ അതേ ആ പഴയ അക്കൗണ്ടിനെ തന്നെ നമ്മളൊന്ന് ആക്റ്റീവ് ആക്കി എടുക്കുന്നതാണോ ബെറ്റർ? ഫൈവറിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ പേഴ്സണൽ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാക്സിമം 2 ആഴ്ച ഞാനൊരു ഗിഗിന് കൊടുക്കും. ആ ടൈം കൊണ്ട് ഇതിന് ഇംപ്രഷൻസ് വരുന്നുണ്ടോ, ക്ലിക്സ് വരുന്നുണ്ടോ നോക്കും. ക്ലിക്സ് വരുന്നുണ്ടെന്നാണെങ്കിൽ എനിക്ക് ഉറപ്പിക്കാം എൻ്റെ ടൈറ്റിലും അതുപോലെ തന്നെ എൻ്റെ തംബ്നെയിലും വിന്നിങ് ആണ്, ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പിക്കാം. എന്നിട്ട് എനിക്ക് ഓർഡർ കിട്ടണില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തോ ഒരു പ്രോബ്ലം ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇവൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, പ്രൈസിങ് ആയിക്കോട്ടെ, വില കൂട്ടിയിട്ടൊക്കെ ഇട്ടേക്കണം. അപ്പോൾ അതാണെങ്കിൽ ഞാൻ സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എന്നിട്ട് ഞാൻ ഒരു 2 ആഴ്ച കൂടി ഞാൻ ടൈം കൊടുക്കും, ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലയെന്നാണെങ്കിൽ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഗിഗ് കളഞ്ഞിട്ട് പുതിയതായിട്ട് വേറെ ഗിഗ് ഇടും. അല്ലാണ്ട് അക്കൗണ്ട് കളയേണ്ട ആവശ്യമൊന്നും. പണി കിട്ടിയിട്ടുണ്ടോ? പേയ്മെന്റ് കിട്ടാതെ അങ്ങനെ എന്തെങ്കിലും പണി കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അത് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ എന്നല്ല, കുറേ അധികം പേർക്ക് ആ ടൈമിൽ ഫേസ് ചെയ്ത ഇഷ്യൂ ആണ്. പെട്ടെന്നൊരു ദിവസം ഫൈവറിൻ്റെ ഒരു റൂള് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ഒന്നും ഫൈവറിൽ ഇടാൻ പറ്റില്ല പറഞ്ഞിട്ട്. ആ ടൈമിൽ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് ഇതുപോലെ ക്ലിക്ക് ബൈറ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് 0 to 1000 സബ്സ്ക്രൈബേഴ്സ് ഇൻ 1 month അച്ചീവ്. അത് എൻ്റെ മൈൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല സത്യസന്ധമായിട്ട് വീഡിയോസ് ഇട്ട് കൊടുത്തിട്ട് റീച്ച് ആക്കി കൊടുക്കാം. അതൊരു ക്ലിക്ക് ബൈറ്റ് രീതിയിൽ കൊടുത്തെന്നുള്ളൂ. ഇവര് വന്നിട്ട് എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇതുപോലെ ബോട്ട് സാധനമാണ് നിങ്ങൾ ചെയ്യാൻ പോകണം. ഞാൻ അല്ല, നിങ്ങൾ അതന്നെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ട് കളഞ്ഞു. ആ ടൈമിൽ എൻ്റെ അക്കൗണ്ട് എനിക്കൊരു പെർ മന്ത് 50,000 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോളേജിൽ പഠിക്കുമ്പോൾ. അതെനിക്കന്ന് വലിയ എമൗണ്ടാണ്. കോളേജിൽ പഠിക്കുന്നത് എനിക്ക് 50,000 പെർ മന്ത് എന്നുള്ളത് ഭയങ്കര വലിയ എമൗണ്ട് ആയിരുന്നു. അന്ന് പോയപ്പോൾ എനിക്ക് നല്ല സങ്കടം വെച്ചാൽ നല്ല സങ്കടമായി. എന്നിട്ട് ഞാനിരുന്ന് ഈ പറഞ്ഞ പോലെ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി. പുതിയ അക്കൗണ്ട് ബാനായി, എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് വേറെ അക്കൗണ്ട് ഉണ്ടാക്കി, അമ്മയുടെ പേരിൽ അച്ഛൻ്റെ പേര് നമ്പറൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കി, എല്ലാം ബാനായി. അപ്പോഴാണ് ഞാൻ പിന്നെ ഫയർ സപ്പോർട്ടിന് മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ എത്ര അക്കൗണ്ട് കുത്തിപ്പിടിച്ചിരുന്ന് ഉണ്ടാക്കിയാലും ഞങ്ങൾ IP വെച്ചിട്ട് എല്ലാം ഇതാക്കി കൊടുക്കും. നിങ്ങൾക്ക് ഒരു വട്ടം ബാനായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ബ്ലോക്ക് ആക്കി. അപ്പോൾ നമ്മൾ മലയാളികളുണ്ട്, ഞാൻ കസിൻ്റെ ഒക്കെ പോയിട്ട് വേറെ അക്കൗണ്ട് വെച്ചിട്ട് ഇപ്പൊ ഞാൻ കസിൻ്റെ അക്കൗണ്ട് യൂസ് ചെയ്യണം. അതാണ് ഫൈവറിൽ അങ്ങനെ പ്രശ്നമുണ്ടല്ലേ, ഒരാൾക്ക് ഒരു തവണ ബാൻ കിട്ടിയാൽ പിന്നെ അക്കൗണ്ട് പിന്നെ IP പറ്റത്തില്ല. ആ ഒരു വൈഫൈയോ ആ ഒരു ഇന്റർനെറ്റിന്റെ ഇതുണ്ടെങ്കിൽ ഫുൾ ബാൻ കിട്ടും, അവരെങ്ങനെയും കണ്ടുപിടിക്കും. അപ്പോൾ മാക്സിമം ഇപ്പോൾ ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അക്കൗണ്ട് ബിൽഡ് ചെയ്തൊരു ലെവൽ എത്തുമ്പോഴേക്കും ബാങ്ക് കിട്ടണം. അത് പെട്ടെന്ന് ബാങ്ക് കിട്ടൂല. എനിക്ക് തന്നെ ഞാനൊരു അക്കൗണ്ട് ഇതിൽ level 0, level 1, level 2 എന്നൊക്കെ ഉണ്ട്.
ഞാൻ ലെവൽ 0 ഒരു ലെവൽ 1 എത്തി ലെവൽ 2ലേക്ക് പോകുന്ന ടൈമിലാണ് എനിക്ക് ഒരു അക്കൗണ്ട് ബാൻ ആയത്. അപ്പോൾ അത്രയും കസ്റ്റമേഴ്സിനും അത്രയും സാധനമൊക്കെ ബിൽഡ് ചെയ്ത് 5 സ്റ്റാർ റിവ്യൂ ഉണ്ട് ഇതിൽ. 5 സ്റ്റാർ റിവ്യൂ എല്ലാം സെറ്റാക്കി വന്നപ്പോൾ അക്കൗണ്ട് പോയി. അതൊക്കെ വൻ രീതിയിൽ നമുക്ക് ഒരു സാധനം ബിൽഡ് ചെയ്തിട്ട് വന്നിട്ട് പെട്ടെന്ന് മനസ്സിലായി. അതൊക്കെ ഭയങ്കര ഇഷ്യൂ. പീക്കിൽ എത്തുമ്പോൾ ആ സാധനം അടിച്ചു പോകാന്ന് പറയുന്നത് നിലവിൽ ഇപ്പോഴും എനിക്ക് ഗ്യാരണ്ടി ഇല്ല. എൻ്റെ ഇപ്പോൾ നിലവിലുള്ള അക്കൗണ്ട് ഞാൻ ലെവൽ 1 ആകാൻ പോവാ, ലെവൽ 0 ആയിപ്പോൾ. ഒന്ന് അടിച്ച് ഒരു ലെവൽ എത്തിയിട്ട് താഴ്ന്നു, പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പൊക്കിക്കൊണ്ട് വരാം. അപ്പം ഇപ്പോഴും എൻ്റെ ഉള്ളിലെ ഫിയർ ഉണ്ട്, ഇത് എപ്പോഴെങ്കിലും ബാനാവും. പക്ഷെ ആകെ മൈൻഡിലുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ എത്ര വട്ടം പൊട്ടിയാലും ഞാൻ ഇനിയും തുടങ്ങും. അതെ, ആ ഒരു മൈൻഡ് സെറ്റാണ്. എത്ര വട്ടം പൊട്ടിയാലും ഞാൻ ഇനി സാധനം തുടങ്ങും. നമുക്ക് അതിൻ്റെ നോളേജ് ഉണ്ട്. ഞാൻ ആ സാധനം വെച്ചിട്ട് പോയിക്കുന്നത്. അതുകൊണ്ട് കുറേ അക്കൗണ്ട് പോയിട്ടുണ്ട്, ഞാൻ എണ്ണണില്ല, കുറേ പോയിട്ടുണ്ട്. ഈ ഫൈവർ അല്ലാതെ വേറെ ഏതൊക്കെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടുണ്ട്? ഫൈവർ അല്ലാതെ ഞാൻ പിന്നെ ആകെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ അപ്വർക്ക്. ബാക്കി freelancer.com അങ്ങനത്തെ പീപ്പിൾ പെർ അവർ എല്ലാം കയറി ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കതിന് 0 ഇതായിരുന്നു. എനിക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായില്ല. ആ ടൈമിൽ ഞാൻ ക്ലിക്ക് ബേറ്റ് ഒന്നുമല്ല, SEO ബേസ്ഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ എൻ്റെ മിസ്റ്റേക്ക് ഫുൾ അതായിരുന്നു. ഞാൻ SEO ബേസ്ഡ് എല്ലാം ചെയ്യാൻ നോക്കി, എന്നാൽ ഞാൻ SEO സ്റ്റുഡൻ്റ് ഒന്നും പഠിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ എനിക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതേസമയം ഒരു ഡിജിറ്റൽ മാർക്കറ്ററാണ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആവും. ഞാനന്ന് പക്ക ഒരു എഞ്ചിനീയറിങ് കഴിഞ്ഞ ഒരു ടെക്കി അത്രേ ഉള്ളൂ. എന്നാൽ എനിക്ക് മാർക്കറ്റിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ SEO ഭയങ്കര ഡൗട്ട് ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് സ്റ്റക്ക് പോയി. അപ്പോൾ നമുക്ക് ഈ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കായാലും അപ്പോൾ ഒരു 0 നോളജ് ആണെങ്കിൽ നമുക്ക് യൂട്യൂബ് നോക്കി ആ സ്കില്ല് പഠിച്ചിട്ട് ഫൈവർ വഴി അല്ലെങ്കിൽ ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസ് വഴിയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. നോളേജ്, അതായത് അതിനെപ്പറ്റിയുള്ള നോളേജും ഇല്ല, അതേസമയം അതിന് മെനക്കെടാനും വയ്യ. അതായത് ഈ പറഞ്ഞ ഒരു വട്ടം ഫൈവറിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഒരു ആഡ് അല്ലെങ്കിൽ ഒരു ഗിഗ് കിട്ടുമെന്ന് വെച്ചിട്ട് ഒന്നും കിട്ടൂല. ഇപ്പം ഞാനായാലും ആദ്യം കുറേ വട്ടം ഇട്ടുകൊണ്ടിരുന്ന അതിനുപകരം അത് എല്ലാ ആഴ്ച ഇരുന്നിട്ട് എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്ത് എനിക്ക് എൻ്റെ മൈൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് ക്ലിയറാണ്. സോ വൈ നോട്ട് മീ, ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പം ഞാൻ ആ സാധനം കുത്തിയിരുന്ന് എനിക്കിത് ക്രാക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇരുന്ന് മാക്സിമം വീഡിയോസ് ഇരുന്ന് റെഫർ ചെയ്യുന്നു, മാക്സിമം ഗൂഗിൾ നോക്കുന്നു. കാരണം ഇൻഫോർമേഷനും എല്ലാം അവിടെ ഉണ്ട്. സെയിം അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷനും സത്യം ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ഫ്രണ്ടിൽ വരണം, ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ആ ഒരു കൂട്ടുകാരെ കളിയാക്കോ, പേടി. എന്റെ മെയിൻ പ്രശ്നം അതൊക്കെ തന്നെയായിരുന്നു. അതായത് ആൾക്കാർ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴേക്കും ഫുള്ള് കിട്ടില്ലായിരുന്നു ഫ്രണ്ട്സ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കഴിഞ്ഞപ്പോഴീ ഊക്കിയന്മാര് തന്നെ നല്ലത് പറഞ്ഞു തുടങ്ങി. ഞാൻ ആദ്യം പറഞ്ഞില്ല എനിക്ക് ടിക്ടോക്ക് ഇട്ടപ്പോൾ ഊക്കിക്കൊണ്ടിരുന്നെന്ന്. ഞാൻ ഈ അടുത്ത് ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് ഇപ്പോൾ എനിക്ക് നിലവിൽ ഞാൻ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങി എന്നുള്ള ഇപ്പോൾ അന്ന് കളിയാക്കിയവരൊക്കെ വന്നിട്ട് ഇപ്പൊ എന്നോട് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ സത്യം പറയാനല്ലേ, നമ്മുടെ ഫ്രണ്ട്സ് അല്ല നമ്മുടെ ഓഡിയൻസ് അല്ല, അതാണ് ആദ്യം മനസ്സിലാക്കി. നമ്മളിത് മൈൻഡ് വെക്കരുത്. ഇവര് ഇങ്ങനെ പറയും, കളിയാക്കും. ആ ഒരു 10-20 പേർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇത് മെയിനായിട്ട് ബാക്കി ആരെയും ഇനിയിപ്പോ ഫ്രണ്ട്സ് എന്നല്ല, ഇപ്പം നമ്മൾ വീട് ഇട്ടോണ്ടിരിക്കാൻ നേരത്ത് ആരൊക്കെ ഒന്ന് കളിയാക്കിയാലും മൈൻഡിൽ വെക്കേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഓഡിയൻസ് ഇത്ര ഉള്ളെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ട്. ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1000 വ്യൂസ് ആയിരിക്കും, ചിലപ്പോൾ 500 വ്യൂസ് ആയിരിക്കും. അതൊന്നും ബോധേഡ് ചെയ്തെന്ന് അത് നോക്കണ്ട. മെയിനായിട്ട് കോണ്ടന്റ് ക്രിയേഷനിൽ ശ്രദ്ധിക്കേണ്ട കേസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരോടുള്ള ഫിയർ ആദ്യം എടുത്ത് മാറ്റുക. ഞാൻ സ്റ്റാർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് ടിക്ടോക്ക് ഓളി എന്നുള്ള സാധനം ലേബിൾ അടിച്ചിട്ടുകൊണ്ട് ആണോന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ ബാക്കി ആൾക്കാർ പറഞ്ഞ് ശ്രദ്ധിക്കാണ്ട് ഒരു അവസ്ഥയിലേക്ക് പോയത്. അതേസമയം പിന്നെ ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് കയറിയപ്പോൾ എനിക്ക് വ്ളോഗ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നു. അതായത് ഒരു 300 പേരുടെ ഇടയിലേക്കൊക്കെ ഞാൻ പോയി ഇങ്ങനെ ഹലോ ഗായ്സ് എന്നുള്ള സാധനമൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ അന്ന് അവരൊക്കെ എന്നോട് പറഞ്ഞു നീ കാർത്തിക് സൂര്യ എന്ന് വിചാരിച്ച് കയറി അങ്ങ് പോയി ഒച്ച ഉണ്ടാക്കിക്കോന്ന്. ഞാൻ അന്ന സാധനം ഉള്ളിൽ ഫിയർ അടിക്കുക. പക്ഷെ ആ വീഡിയോസ് ഇപ്പോഴും യൂട്യൂബ് കിടക്കുന്നുണ്ട്. ഞാൻ ആ വ്ളോഗ് ചെയ്ത സാധനം അത് അടിപൊളിയായിട്ട് പോയിട്ടുള്ളത്. അതായത് നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ചലഞ്ച് ചെയ്യുക. പക്ഷെ അപ്പോഴേ നമ്മൾ വളരുള്ളൂ. മനസ്സിലായി സംഭവം. ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കാൻ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ഇൻസ്റ്റാഗ്രാമിന്റെ ആൾക്കാരുടെ അല്ല, യൂട്യൂബിൽ അല്ല ഒട്ടുമല്ല, അതല്ല ഫേസ്ബുക്കിൽ അല്ല. അപ്പോൾ അത് നമുക്കത് മൂന്ന് ടൈപ്പായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ ബെറ്റർ? മൂന്നായിട്ട് തന്നെ വേണ്ടി വരും. ഇപ്പൊ തന്നെ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ആയാൽ തന്നെ ഈ പോഡ്കാസ്റ്റിന്റെ ഈ വീഡിയോ മൊത്തം കാണുന്ന ആൾക്കാർ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവായിരിക്കും. എന്നാൽ ഇത് റീൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നല്ലോണം കാണും. കാരണം നല്ലൊരു ഹുക്ക് ഉണ്ട്, നല്ല നമ്മൾ ഇൻട്രസ്റ്റിംഗ് കാര്യം പറഞ്ഞാൽ ഓക്കെ ആ വീഡിയോ അടിപൊളിയായിട്ട് പോകും. എന്നാൽ അതേ സാധനം യൂട്യൂബിൽ വർക്കൗട്ട് ആവില്ല. യൂട്യൂബിൽ ആ ഒരു ഓഡിയൻസിനെ നമുക്ക് എന്താ പറയുക, നമ്മൾ എന്തിനാ വീഡിയോ ചെയ്യുന്നത്,
നമ്മുടെ ഓഡിയൻസ് ആരാണ്, ആ ഓഡിയൻസിന് സാധനം വർക്കൗട്ട് ആവും. അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ടോപ്പിക്കൊക്കെ ആണെങ്കിൽ ഓക്കെ. അതെ, അതിൻ്റെ എല്ലാത്തിനും പർപ്പസ് അതാണ്. അത് യൂട്യൂബ് തുറക്കുന്ന ആൾക്കാർക്ക് എന്താ, എന്തെങ്കിലും പഠിക്കണം, അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹങ്ങൾ മാത്രമേ യൂട്യൂബിൽ കാണുന്നുള്ളൂ. അതേസമയം ഇൻസ്റ്റാഗ്രാം ആകുമ്പോൾ എല്ലാവർക്കും ജസ്റ്റ് ടൈം പാസ് കാണുക അങ്ങനെ. അപ്പോൾ എല്ലാത്തിനും ഡിഫറെൻറ്റ് രീതിയിൽ കോണ്ടന്റ് സ്ട്രാറ്റജീസും കോണ്ടന്റും ബിൽഡ് ചെയ്യണം. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന എല്ലാം ഒരു ജെൻസി സ്റ്റുഡൻസ് ഒക്കെയാണ് ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്നൊക്കെ. അപ്പോൾ അവരും ഈ ഫേസ്ബുക്കിൻ്റെ സാധ്യതകൾ യൂസ് ചെയ്യാതിരിക്കുന്നുണ്ട് ഒരുപാട്. ഞാൻ അവരെ പറയാറുണ്ട്, ഫേസ്ബുക്കിൽ നമുക്ക് പൊട്ടൻഷ്യലായിട്ടുള്ള ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്. മീൻസ് ഡിസിഷൻ മേക്കേഴ്സ് എല്ലാം ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നമുക്ക് ചിലപ്പോൾ റീച്ച് മാത്രമേ കിട്ടുള്ളൂ, സെയിൽസ് നടക്കണമെന്നില്ല. അപ്പോൾ ഡിഫറൻസ് ഉണ്ട്, എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ. ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമും ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഡിഫറെൻറ്റ് കോണ്ടന്റ്സ് ആണ് പുഷ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിലവിൽ എൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ ആകെ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാമാണ്. അത് എൻ്റെ ഒരു പേഴ്സണൽ സ്ട്രാറ്റജിയാണ്. കാരണം ഒന്നാമത് സ്ട്രാറ്റജി മാത്രമല്ല, എനിക്ക് ടൈം ഇഷ്യൂ കൂടി ഉണ്ട്. എനിക്ക് രണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 100 റീൽസ് ഇറക്കുമ്പോൾ എനിക്ക് പുതിയൊരു ടീമിന് ഞാൻ മെമ്പറിനെ അസൈൻ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇത്രയും പ്രഷറിൻ്റെ തലമുള്ളതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും ടൈം കിട്ടുന്നില്ല. ഞാൻ ജോലി കിട്ടിയതെന്ന് പറഞ്ഞ് ഇറങ്ങിയ ദിവസം എനിക്ക് പിറ്റേ ദിവസം എന്താ ചെയ്യാൻ പോകുന്ന ഒരു പിടുത്തം ഉണ്ടായില്ല. എൻ്റെ മൈൻഡ് ഭയങ്കര എന്താ പറയുക ബ്ലാങ്കാണ്. ആ വീഡിയോ ഞാൻ ഇട്ടു, അത് 100K വ്യൂസ് അടിച്ചു. എനിക്ക് എൻ്റെ ഇനീഷ്യൽ 10 ക്ലൈൻറ്റ് ആ റീലിൽ നിന്ന് കിട്ടി. 10 ക്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾക്ക് അത്രയും വലുതല്ലേ. 10 ക്ലൈൻറ്റ് ആ സിംഗിൾ റീലിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ആ ഒരു ആളെ എത്രയും എന്താ പറയുക ക്ലയൻസിനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ 2-3 months ആയിട്ട് പോകണം. ഇപ്പോൾ നമുക്ക് നമ്പർ ഓഫ് കൂടി. ഇനി അത് നല്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ റെഫറൻസ് കിട്ടും നമുക്ക്. അത് ഗ്രോ ആയി പോകത്തേ ഉള്ളൂ. അത് ഭയങ്കര കോണ്ടന്റിന് ഒരു പവർ ഉണ്ട്. ഈ പറഞ്ഞ സ്ട്രാറ്റജി തന്നെയാണ്. അതിപ്പോൾ ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിച്ചത് തന്നെ എൻ്റെ ഒരു കോണ്ടന്റ് സ്ട്രാറ്റജിയാണ്. ഞാൻ കോണ്ടന്റ് ക്രിയേറ്ററാന്ന് പറഞ്ഞ് ഞാൻ ബാക്കിയുള്ളവരുടെ അടുത്ത് പോയിട്ട് പറയാം ഞാൻ കോണ്ടന്റ് ക്രിയേറ്ററാണ്, നിങ്ങളുടെ ബ്രാൻഡിനെ ഞാൻ എന്താ പറയുക നല്ല രീതിയിൽ ഓർഗാനിക്കലി ബൂസ്റ്റ് ചെയ്ത് തരാം. അവരെന്നോട് ചോദിക്കും ഒന്ന് നിങ്ങൾ ചെയ്തൊന്ന് കാണിച്ചു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒന്നും ഉണ്ടാവില്ല. അതേസമയം എൻ്റെ ഡെയിലി വ്ലോഗ് തന്നെ എൻ്റെ പേഴ്സണൽ സ്ട്രാറ്റജി ആയിരുന്നു. അത് ഞാൻ സക്സസ്ഫുൾ ആക്കിയിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ക്ലയൻസിനെ കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് പ്രൂവ് ചെയ്യാം. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഓർഗാനിക് ഇത് വെച്ചിട്ട് എത്രയും ക്ലയൻസിനെ ഞാൻ ഓൺ ബോർഡ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് കാണാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെനുവിനായിട്ടുള്ള കോണ്ടന്റ്സ് ആണ് അവർക്ക്. എനിക്ക് അതും ഞാൻ അതിൽ അറിഞ്ഞുകൊണ്ട് ഒരു സാധനം ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഡെയിലി വ്ലോഗ് പ്രൊഫഷണൽ ക്യാമറയിൽ പ്രൊഫഷണൽ എഡിറ്റേഴ്സിനെ വെച്ച് ചെയ്യാൻ പറ്റും. എൻ്റെ ടീമുണ്ട്. കാരണം എൻ്റെ വിസിഗ്രയിൽ പോയ എല്ലാ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രൊഫഷണലാണ്, എല്ലാം പ്രൊഫഷണലാണ്. എൻ്റെ ഡെയിലി വ്ലോഗ് മാത്രം ഞാൻ ഐഫോണിൽ എടുത്ത് ഞാൻ ക്യാപ്കട്ടിൽ എഡിറ്റ് ചെയ്തിടുന്നത്, ഞാൻ തന്നെ വോയിസ് ഓവർ എടുത്ത് ഞാൻ തന്നെ ഇടുന്നത്. അതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഒതൻറ്റിസിറ്റി കിട്ടുമല്ലോ, ഭയങ്കര ജെന്യുവിൻ. അത് ആൾക്കാരെ ക്ലോസ് ടു ആൾക്കാരാണ്. അതേസമയം ക്വാളിറ്റി കൂടിയ ആൾക്കാരുടെ മൈൻഡിൽ ഇൻഡയറക്റ്റ്ലി ഒരു സാധനം വരും, ഇത് എന്താ പറയുക നമ്മുടെ കൂട്ടത്തിൽ ഒരാളല്ല, എന്തോ ഒരു MNC എന്തോ വലിയ കമ്പനിയാണ്, അത് ആൾക്കാരുടെ ഉള്ളിലുണ്ട്. അതറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡെയിലി വ്ലോഗ് ഫുൾ മൊബൈല് ഫുൾ നമ്മുടെ ക്യാപ്പിട്ട് നോർമൽ എഡിറ്റ് കാണുമ്പോൾ അവർക്ക് നമ്മളായിട്ട് ഭയങ്കര ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് ഈ കോണ്ടന്റ് ക്രിയേഷന് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ മൊബൈലിൽ തന്നെ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്ത് ജെനുവിൻ കോണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയി. അതാണ് ഏറ്റവും ബെറ്റർ. അത് ചില വലിയ യൂട്യൂബേഴ്സ് പറഞ്ഞാൽ കേട്ടിട്ട് വരുന്നുണ്ട്. അതായത് അവർ മൊബൈലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് വലിയ വ്യൂസ് ആണ്. എനിക്കൊണ്ട് ഭുവൻ എന്നുള്ള ഏതോ ഒരു വലിയ യൂട്യൂബർ, ആ പുള്ളിയാന്ന് തോന്നുന്നു, ഒരു മൊബൈലിൽ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. വൈൻസ് പോലെയൊക്കെ മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവർ പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് മാറി, വ്യൂസ് കുറഞ്ഞു. ഓക്കെ, ആ ഒരു ഓഡിയൻസ് കുറഞ്ഞു. അത് ഓഡിയൻസിന്റെ മൈൻഡ് സെറ്റും ചിലപ്പോൾ വേറെ, ഇത് നന്നായി പോയല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ് ആണെന്ന് അറിയില്ല, വ്യൂസ് കുറഞ്ഞു. സോ ഏറ്റവും ബെറ്റർ ചെറിയ സെറ്റപ്പിൽ നിന്ന് ചെറിയ രീതിയിൽ ഈ പറഞ്ഞ ട്രൈപോഡ് അല്ലെങ്കിൽ മതിലൊക്കെ വെച്ചിട്ടൊക്കെ ചുമ്മാ വീഡിയോസ് എടുത്ത് എന്തെങ്കിലും ക്യാമറ ഫ്രണ്ടിൽ ഒന്ന് പറഞ്ഞു തുടങ്ങാം. പറയുന്നതിനൊരു വാല്യൂ കൊടുത്താൽ മാത്രം മതി. ഈ അടുത്ത് മറ്റേ ഏലക്ക തോട്ടത്തിലോ എന്തൊക്കെ നിന്നിട്ട് അതൊക്കെ എന്താ, അതൊക്കെ വെറുതെ കയറിപ്പോയല്ലേ. പുള്ളി എന്താ പിന്നെ നമ്മുടെ ഇവരുണ്ടല്ലോ മറ്റേ കനാലിലെ പിള്ളേര്, അവരൊക്കെ ഒന്നുമില്ല, അവര് ജെന്യുവിനായിട്ട്. അത് ഞാൻ അവരെ 10K ഫോളോവേഴ്സിൽ ഫോളോ ചെയ്യുന്ന ആളാണ്. അവൾ എന്നെ തിരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. 10K ഫോളോവേഴ്സിൽ എന്നെ ആൾ തിരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം അന്ന് എനിക്ക് ആളുടെ ഭയങ്കര ജെന്യുവിറ്റി. ഇവര് നോക്കാൻ നേരത്ത് സൈക്കിളൊക്കെ ഓടിച്ചിട്ട് തിന്നി വിടുന്നു, പിന്നെ വന്നിട്ട് പരിപ്പോടെ തിന്നുന്നു. സന്തോഷം അവർക്ക് ഭയങ്കര റിലേറ്റ് ആവും ആൾക്കാർക്ക്. എനിക്ക് നമ്മുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിയ, ചെറുപ്പത്തില് നമ്മള് ചെയ്ത ഒരു ഫീലല്ലേ. അതായത് അവർക്ക് ഫ്യൂച്ചർ കുറച്ച് ടെൻഷൻ ഇല്ല. നമ്മളെന്തോ ടെൻഷൻ അടിച്ച് ഭ്രാന്ത് പിടിച്ച് ഇവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഓക്കെ, ലൈഫ് ഇത്ര ഉള്ളു, ലൈഫിന് കുഞ്ഞു സാധനങ്ങൾക്ക് ഇത്രയും സന്തോഷിക്കണം എന്നുള്ള ഫീൽ ആ വീഡിയോ നെട്ടി കഴിഞ്ഞാൽ അത് മതി. നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അത് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന വാല്യൂ കൊടുക്കുക, ആൾക്കാരെ ഹാപ്പി ആക്കുക,
നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും തോട്ട്സ് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ എന്തെങ്കിലും ചെയ്യണേ നോക്കി പോകും. വീഡിയോ ചെയ്യുന്നത് ഒന്നെങ്കിൽ അവർക്ക് ഈ വീഡിയോ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകണം, അതെ, എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടണം, അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് പീസ് ആവണം, ഒന്ന് സന്തോഷിക്കണം. എന്താ വീഡിയോ എന്താ കിട്ടണേ, ആ ഒരു ഔട്ട് എന്തായിരിക്കും എന്നുള്ളതെന്ന് എക്സ്പെക്ട് ചെയ്ത വീഡിയോ ക്രിയേറ്റ് ചെയ്താൽ. ഞാൻ എൻ്റെ പേഴ്സണൽ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫുള്ളി സെയിൽ ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ഏജൻസി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ആൾക്കാർക്ക് നല്ല നെഗവ്, കാരണം ആൾക്കാർക്ക് ആ ഒരു ഫുൾ കോണ്ടന്റും സെയിൽസ് ഓറിയന്റഡ് കോണ്ടന്റ്സ് ആയിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ കാണുന്ന ഇമേജ് പിന്നെ അങ്ങനെ മാറി തുടങ്ങും. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ പേഴ്സണലി കുറെ രീതിയിൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക്, എൻ്റെ വിസിഗ്രോ എന്നുള്ള ഏജൻസി അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് എനിക്ക് കൊളാബറേഷൻസ് കുറേ വരുന്നുണ്ട്, കുറേ അധികം വരുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ പൈസ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അക്കൗണ്ട് പേഴ്സണൽ ട്രസ്റ്റ് പോയി, നല്ല രീതിയിൽ പോകും. ഞാൻ വെറുതെ തോന്നിയ പോലെ വന്നിട്ട് ജംഗ്ലി റമ്മി വിളിക്കൂ നിങ്ങൾ ഇതാക്കൂ എന്ന് പറഞ്ഞാൽ എൻ്റെ പോയി, എൻ്റെ പിന്നെ അതിന് വിലയില്ല. അത് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും വലിയ മണ്ടത്തരം അതാ. കുറേ പേര് അക്കൗണ്ട് ഇപ്പോൾ പൂട്ടിയിട്ടുണ്ട്. നിലവിൽ ആ ഒരു റൂൾ വന്ന്, നിലവിൽ റൂൾ ഉണ്ടായില്ല, അത് ഉണ്ടായില്ല. ഇന്നിപ്പോൾ മറ്റേ എസ് അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസർ അതിനെപ്പറ്റി വീഡിയോസ് ഒക്കെ ചെയ്ത് പുള്ളി അത്യാവശ്യം അതിന് ഭയങ്കരമായിട്ടുള്ളൊരു ഇത് ശ്രദ്ധ കൊണ്ടുവന്നു. സ്കാമിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്, അത് ഇൻഫ്ലുവൻസേഴ്സിൽ ആൾറെഡി ഇപ്പോൾ ഇൻഫ്ലുവൻസ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇത് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷെ വാല്യൂ കൊടുക്കുന്ന ആൾക്കാർക്ക് സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. അതായത് ആൾക്കാർ നോക്കുമ്പോൾ ആൾക്കാരെ തന്നെ പറ്റിക്കുന്ന രീതിയിലൊന്ന് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഒന്ന് ഞാൻ ഇന്ന ഫ്ലാറ്റ് വാങ്ങിയത് ഇന്ന ചീട്ട് കളിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന ലൂഡോ കളിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ വീഡിയോ നമുക്ക് മനസ്സിലാവും ഇവര് ലൂഡോ കളിച്ചിട്ടല്ല വീഡിയോ വെച്ചേക്കണേ. പിന്നെ ഈ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ട്രാപ്പാക്കി അവരുടെ പൈസ കളഞ്ഞിട്ടുള്ള പൈസയാണ് ഇവർ ഇപ്പം ഉണ്ടാക്കുന്നത്. അത് കാണുന്ന ഓഡിയൻസ് അപ്പം അൺഫോളോ ചെയ്യും, റിപ്പോർട്ട് ചെയ്യും. അതാണ് നിലവില്. അല്ല, ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളുള്ള ട്രസ്റ്റ് പോയി പോകും. പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യമില്ല, അവർ ട്രസ്റ്റ് പോയാൽ പിന്നെ ജെന്യുവിൻ കാര്യം എന്ന് പറഞ്ഞാലും ട്രസ്റ്റ് ചെയ്യില്ല. അതെ, അത് ഇൻഫ്ലുവൻസറും അതും ശ്രദ്ധിക്കണമെന്നാണ്. നല്ലോണം ശ്രദ്ധിക്കണം, അത് സെലക്റ്റീവ് ആവണം. പ്രൊമോഷൻസിൽ നല്ല രീതിയിൽ സെലക്റ്റീവ് ആവണം. ഇപ്പം എനിക്ക് MLM-ന്റെ പ്രൊമോഷൻസ് ഷവർ വരുന്നുണ്ട്, MLM-ന്റെ പ്രൊമോഷൻസ് വരുന്നുണ്ട്. മറ്റേതൊക്കെ പിന്നെ ഞാൻ ഓക്കെ, ജംഗ്ലി റമ്മി പോലത്തെ ടൈപ്പ് ഈ ലുഡോ ഗെയിംസ് സാധനങ്ങൾ പിന്നെ നമ്മൾ കളഞ്ഞാലും MLM സാധനം വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന് ചിലവർ പറയുന്നുണ്ട് നല്ലതുണ്ട് ചീത്തണ്ട്, അതെനിക്ക് MLM-നെ പറ്റി അറിയാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ അതുവരെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുക ഇന്ന രീതിയിൽ, എന്നാൽ രണ്ടുപേര് കയറുമ്പോൾ ഇത്ര കിട്ടും ഇത്രയും കിട്ടും, അതും ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ബിസിനസ് ഓണേഴ്സ് അവർ സ്വന്തമായിട്ട് പേഴ്സണൽ ബ്രാൻഡിങ് കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിന് ഉറപ്പായിട്ട് ഒരു ഗ്രോത്ത്. എൻ്റെ ഒരു ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റർപ്രണർ ആണെങ്കിൽ ആൾക്ക് എന്തായാലും പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാവണം. ഇനി അത് മാൻഡേറ്ററി ആണ്, എന്തായാലും വേണം. എൻ്റെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ സ്പെക്സ് വാങ്ങിച്ചുകൊണ്ടിരുന്നൊക്കെ നോർമൽ ഷോപ്പിൽ നിന്നൊക്കെയാണ്. അതിനുശേഷം ഞാൻ ഷാർക്ക് ടാങ്ക് കണ്ടു തുടങ്ങി. ഷാർക്ക് ടാങ്കിൽ ലെൻസ് കാർട്ടിൻ്റെ CEO ഒന്ന്, എനിക്ക് പേരിപ്പോഴും അറിയില്ല, പക്ഷെ ആളുടെ ഫേസ് ഭയങ്കര ഫെമിലിയർ ആണ്, എനിക്ക് ആളുടെ പേഴ്സണാലിറ്റി ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ മനോരമ എലവേറ്റ് സ്റ്റാർട്ട് ചെയ്തു സെയിം ഷാർക്ക് ടാങ്ക്. അതെ. അല്ല, അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പുള്ളിനെ പേഴ്സണലി വീഡിയോസ് ഷാർക്ക് ടാങ്കിൽ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് പുള്ളിയുടെ പേഴ്സണാലിറ്റിയും പുള്ളിയുടെ പേഴ്സണൽ ബ്രാൻഡും ഗ്രോ ചെയ്യണമെങ്കിൽ ഞാൻ അത്ര ആളും ലെൻസ് കാർട്ടിൻ്റെ ഒരു കൺസ്യൂമർ ആയിരുന്നില്ല. എന്നാൽ ഇപ്പം ഞാൻ പെട്ടെന്ന് സ്പെക്സ് ആലോചിക്കുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ലെൻസ് കാർട്ട് തന്നെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? പിന്നെ ആ ബോട്ടിൻ്റെ അതേ സെയിം, അതാ ഷാർക്ക് ടാങ്കിലെ ആളുണ്ട്, എനിക്ക് ഭയങ്കര ആളുടെ ക്യാരക്ടർ ഇഷ്ടം. അപ്പോൾ നമ്മൾ അതുവരെ ഞാൻ ഇതുവരെ ബോട്ട് വാങ്ങിയിട്ടില്ല. ഷാർക്ക് ടാങ്ക് കണ്ടീഷൻ ആദ്യമായിട്ട് ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് വാങ്ങണം. അത്ര നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഒരു എൻ്റർപ്രണർ ആണെന്നാണെങ്കിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ളത്. അത് മാൻഡേറ്ററി എന്നല്ല, ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണെങ്കിൽ എല്ലാം ഓക്കെ. പക്ഷേ സെയിൽസിനായാലും ട്രസ്റ്റിനായാലും ഇത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ്. നമ്മളിപ്പോൾ ഈ പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുമ്പോഴേ ബിസിനസ് ഓണേഴ്സ് ഈവൻ ഞാനായപ്പോലും ഈ കോൺസിസ്റ്റൻസി എന്നുള്ളൊരു സംഭവം പ്രശ്നം വരാറുണ്ട്. അതെന്തെങ്കിലും കറക്റ്റായിട്ട് നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോസ് ഇട്ടിട്ട് പോകണം. ഞാൻ സംഭവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ പക്ഷെ അത് ഡോക്യുമെന്റ് ചെയ്താൽ മതി. അതാ പറഞ്ഞത്, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് പറയണതന്നല്ലോ എല്ലാം വീഡിയോ. ഇപ്പൊ എന്നാണ് ഞാൻ ചെയ്യുന്ന പോലെ എന്താ പറയാ ഡെയിലി വ്ളോഗ്, അത് വോയിസ് ഓവറിന് പകരം ചുമ്മാ നടക്കുമ്പോൾ കൂടെ ഒരു വീഡിയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകണം, അന്നത്തെ ദിവസം എടുത്ത് ഇടുന്നു, നല്ല രീതിയിൽ വർക്കൗട്ട്. അതെ, അടിപൊളിയായിട്ട് വർക്കൗട്ടോ. അതൊക്കെ സിമ്പിൾ ടെക്നിക്സാ.
വിപിൻ സാർക്ക് എന്തും രാവിലെ ഇടും. പുള്ളിയൊക്കെ ഡെയിലി രാവിലെ ഓടാനൊക്കെ പോകുമ്പോഴേ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ ഇക്കോം ഷോ ഞാൻ കാണാറുണ്ട്. ഞാൻ കൂടുതലും പുള്ളിയുടെ വീഡിയോസ് ഉണ്ടെങ്കിൽ കാറിലൊക്കെ വെച്ചിട്ട് ഒരു സ്പെക്സ്, ഒരു സ്റ്റാൻഡ് ഉണ്ട് പുള്ളി ഇങ്ങനെ സ്പെക്സ് എടുത്തിട്ട് ഷെയ്ഡ് എടുത്ത് വെച്ചിട്ട്. പുള്ളിയൊക്കെ സ്റ്റാർട്ടപ്സിനെയൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ പേഴ്സണൽ ബ്രാൻഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ എന്റർപ്രണേഴ്സിന് മസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിപൊളി എക്സാമ്പിൾ ആണ് നമ്മുടെ ഷാരിഖ് ഷംസുദ്ദീനും കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡോക്ടർ അനന്തു സൈലത്തിലെ. അതാണ് ഇപ്പൊ നിലവിൽ ഞാൻ കേരളത്തിലൊക്കെ അത്യാവശ്യം ഒരു എന്റർപ്രണർ കം ഈ പറഞ്ഞ പേഴ്സണൽ ബ്രാൻഡിൽ ടോപ്പ് എന്ന് പറയുമ്പോൾ മൈൻഡിലേക്ക് എന്തെങ്കിലും സൈലം വരും. എനിക്ക് മറ്റേ അതിശക്തൊന്നും ആശ എന്നുള്ള ഞാൻ പണ്ട് ഒരുപാട് സെയിം ബിസിനസ് ചെയ്യുന്ന വേറെ കുറെ ബ്രാൻഡുകളുണ്ട്. എന്തുകൊണ്ട് അവർ ഗ്രോ ചെയ്യുന്നില്ല? ഇവർ എത്രത്തോളം അത് ട്രസ്റ്റ്, അതാണ്. രണ്ടുപേർക്കും നല്ല റെസ്പെക്ട് ഉണ്ട്. ഷാരിഖ് ഷംസുദ്ദീനായാലും ഇത്രയും ട്രേഡേഴ്സിനിടയിൽ ഇത്രയും റെസ്പെക്ട് ഉള്ള, ഷാരിഖിനേക്കാളും റവന്യൂ ഉണ്ടാക്കുന്ന ട്രേഡേഴ്സ് ഉണ്ട്. ട്രസ്റ്റും ഇല്ല, അറിയില്ല. അതാണ് ഒരു സാധനം പേഴ്സണൽ ബ്രാൻഡിന്റെ പുറ. അതാണ് എല്ലാവരും എന്റർപ്രണേഴ്സിനും പേഴ്സണൽ ബ്രാൻഡ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമുക്കിപ്പോൾ അറ്റ്ലീസ്റ്റ് ഡിജിറ്റലി എങ്കിലും ലൈവായി നിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോം, ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എല്ലാത്തിലും ആക്റ്റീവ്. പക്ഷെ ഭയങ്കര പാടുള്ള പണിയാണ് എല്ലാം കൂടി ഇരുന്ന് കോണ്ടന്റ് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ആ പേടി മാറ്റുക. കോണ്ടന്റിന് രണ്ട് പ്രശ്നമുണ്ട്. നമ്മൾ എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നെഗറ്റീവും കിട്ടുന്നുണ്ട്. നെഗറ്റീവ് അത് നമ്മൾ നോക്കിയിട്ട് മറ്റേ നെഗറ്റീവ് മറ്റേ ഈ ബിയർ ബൈസെപ്സിന്റെ ഇഷ്യൂ അറിഞ്ഞിരുന്നില്ലേ? പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ടോപ്പിലോണ്ട് എത്തിച്ചിട്ടാണ് മറ്റേ അവിടെ പോയി ഒരു കോമഡി അടിച്ചിട്ട് എല്ലാ പേഴ്സണൽ ബ്രാൻഡ് ഫോളോവേഴ്സും ചീത്ത പേരിട്ട് താഴ്ന്നത്. അപ്പോൾ കോണ്ടന്റ് ഇറക്കുമ്പോൾ അത് നോക്കണം. നമ്മൾ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുന്നത് അതിൻ്റെതായ പറയരുത്, അതൊക്കെ നോക്കണം, അത്രേ ഉള്ളൂ. ബാക്കി അടിപൊളിയായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആൾക്കാർക്ക് വാല്യുബിൾ ആയിട്ടുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും. ഒരു ലെവൽ കഴിയുമ്പോൾ ആൾക്കാർ നെഗറ്റീവ് അടിച്ച് തുടങ്ങും. നെഗറ്റീവ് വരും, ഉറപ്പായിട്ടും വരും. ഇന്നലെ ഞാൻ പോസ്റ്റ് ചോദിച്ചായിരുന്നില്ലേ, ആ പോസ്റ്റിന് താഴെ നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. അതിലൊരുന്നുണ്ട് എന്നെ വന്നിട്ട് മെൻഡറോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഊക്കിയിട്ട് ഞാൻ എടുത്ത് നോക്കി നോക്കുമ്പോ 3 ഫോളോവേഴ്സ് ഉണ്ട്, 73 ഫോളോയിങ് ഉണ്ട്. ഫേക്ക് അക്കൗണ്ടാ, പക്ഷെ എന്നോട് ഹേറ്റ് ഉള്ള ആരോ ആണ്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് വരും ഉറപ്പായിട്ടും. ഞാൻ റിപ്ലൈ കൊടുക്കൂട്ടാ. ഞാനപ്പോ തന്നെ പറയാ ഓക്കെ ഫേക്ക് കോളി എന്ന് പറഞ്ഞ് ഞാൻ റിപ്ലൈ കൊടുക്കും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പക്ഷെ എനിക്കത് പേഴ്സണലി ഒന്നും ആവൂല. കാരണം ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ 2 lakh 3 lakh വ്യൂസ് കിട്ടുമ്പോൾ അതിന്റെ താഴെ നല്ല നെഗറ്റീവ് ഉണ്ട്. നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ നോക്കുമ്പോഴുള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ നമ്മൾ എന്തുവരെ പറ്റിച്ച് എവിടെ കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിക്കാൻ നോക്കുന്ന. നമ്മൾ പക്ഷെ ചെയ്യുന്ന വെച്ചാൽ നമ്മൾക്ക് ഒരു വിശ്വാസമുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഒരു സാധനം മാർക്കറ്റ് ചെയ്യുള്ളൂ. ഞാനീ പറഞ്ഞ പോലെ ഒരു MLM-ലേക്കോ ലൂഡോ ഗെയിമിലേക്കോ നമ്മൾ ഒരാളെ മാർക്കറ്റ് ചെയ്ത് നമ്മളെ പ്രൊഡക്റ്റ് കൊടുക്കില്ല. നമ്മൾ ആദ്യം ആലോചിക്കും ഈ പ്രൊഡക്റ്റ് ഒരാളത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബാഡ് വരുമോ, അവർക്ക് ലൈഫിലേക്ക് നല്ലതാണോ വരുന്നത് ആണെങ്കിൽ മാത്രമേ നമ്മളെ സാധനം പ്രൊമോട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞാൽ ആ കിട്ടിയ പൈസക്ക് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനോ ഒരു ഇതുണ്ടാവില്ല. അത് നോക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല, ഒന്നും നടക്കത്തില്ല. അത് എനിക്ക് എന്നെ അറിഞ്ഞുപോലും കൂടാത്ത ആൾക്കാരാണ് ബിസിനസ്സിൽ അറിയില്ല, അവർക്ക് എന്നെ അറിയില്ല, ചുമ്മാ ഒരു കമന്റ് അങ്ങ് ഇടുക. കൂടുതലും ലൈഫിനോടൊക്കെ ഹെൽപ്പില്ലേ, ഈ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്നവർക്ക് ബാക്കി എല്ലാവരോടും ദേഷ്യവും. എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാൻ കണ്ടേക്കുന്ന കമന്റ്സ് കൂടുതലും അവർ ലൈഫിൽ അൺഹാപ്പി ആണെങ്കിലായിരിക്കും ഫേക്ക് കമന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കമന്റ്സ് വരുന്നത്, അവരുടെ ഫ്രസ്ട്രേഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് നമ്മളും ഭയങ്കരമായിട്ട് ദേഷ്യമായിട്ട് റിഗ്രറ്റൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യാനേക്കാളും ബെറ്റർ മൈൻഡ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളും മൈൻഡിലേക്ക് എടുക്കരുത്. ആൾക്ക് റിപ്ലൈ കൊടുത്ത് വിട്ടാലും ഭയങ്കര മൈൻഡിലേക്ക് എടുത്ത് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അത് കാരണം വീഡിയോ ഇടാതിരിക്കേണ്ട അവസ്ഥയിലേക്കും പോകരുത്. കുറെ പേർക്ക് സൈബർ ബുള്ളിങ് കാരണം വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ പോവാതെ ഇതെല്ലാം പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് ചിന്തിച്ചു പോവാം. സെപ്പറേറ്റ് ആയിട്ട് നടക്കും. നമ്മള് എന്നാലേ ഗ്രോ ആവുള്ളൂ. ഇല്ലാണെങ്കിൽ പേടിച്ചും മിണ്ടാണ്ട് ഇങ്ങനെ മാരോടെങ്കിലും ആ ഒരു ആരെങ്കിലും കമന്റ് അടിക്കുമോ എന്നുള്ള പേടിയിലും വീഡിയോ ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഒരുപാട് നല്ലുണ്ട്. അതാണ് പിന്നെ നമുക്ക് വീഡിയോ ചെയ്ത് പേഴ്സണലി ഞാൻ പറഞ്ഞ ഫേസ് കാണിച്ചു തന്നെ ചെയ്യണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. നമുക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരും ഉണ്ട്. അതാണ് കുറേ രീതിയിൽ വീഡിയോസ് ചെയ്യും. പക്ഷെ പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ള സാധനം ഇപ്പൊ നല്ല ജസ്റ്റ് വോയിസിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമല്ല. അത് RJ പോലെ ഒരാളൊന്നല്ലോ. ചെയ്യുമ്പോ ഫേസ് തന്നെ വേണം. ഈവൻ RJs പോലും ഇപ്പൊ ഫേസ് കാണിച്ചു. അതെ, RJസിന് പ്രശ്നമൊന്നുമില്ല. RJ വന്നിട്ട് സംസാരിച്ചിട്ട് ഡയറക്റ്റ് കണ്ട് നമുക്ക് അറിയില്ലല്ലോ.
അവരിപ്പോഴും ആ ഒരു ഫേസ് കാണിച്ച് വീഡിയോ ഇപ്പോഴുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറെ ഇന്ന് വീഡിയോ നമ്മൾ എന്താ പറയുക രാവിലെ ഞാൻ കണ്ടുള്ളൂ, ആർജയുടെ ഇതുപോലെ പുതിയ പ്രൊഫൈൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ ആലോചിക്കണം, ഓക്കെ ഇയാളാണത്. നമ്മൾ ആ വോയിസ് എവിടെയെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും ഫേസ് കണ്ടപ്പോഴാണ് ഓക്കെ ഇതാണ് ആള്. അതാ പേഴ്സണൽ ബ്രാൻഡ് ആണെങ്കിൽ ഫേസ് എന്തായാലും ആവശ്യമുണ്ട്. അതുകൊണ്ട് കാണുന്നവർക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടെന്നാണെങ്കിൽ മാക്സിമം ക്യാമറ ഫേസ് ചെയ്യാനായിട്ട് മിററിൽ നോക്കി സംസാരിക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇതുപോലെ ക്യാമറയിൽ വന്നിട്ട് സെൽഫി ഉണ്ട്, എല്ലാവരുടെയും മൊബൈലുണ്ട്, സംസാരിക്കുക. ആരും നിങ്ങൾ പോസ്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആൾ കളിയാക്കുന്നവരൊക്കെ നാളെ നിങ്ങളോട് തന്നെ ചെന്ന് ചോദിക്കും അത് ഇതെങ്ങനെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ എക്സാമ്പിൾസ് കുറേ പേരുണ്ട്. ഇപ്പോൾ ഞാനുണ്ട്, ഇപ്പോൾ ഹസ്ബ്രോ ഉണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു ഡൗട്ട്, ഒരു ഫിയർ ഉള്ളിലുണ്ടാവും. പക്ഷെ അത് കാരണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ലോസാണ്. കാരണം കോണ്ടന്റ് എന്നുള്ളത് ഒരു ലോട്ടറി പോലെ, ഫ്രീ ലോട്ടറി പോലെ. മറ്റേ ലോട്ടറിക്ക് പൈസ കൊടുത്താണ് ലോട്ടറി നമ്മൾ എടുക്കാൻ. കോണ്ടന്റ് നിങ്ങൾ ഇന്ന് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഇന്നോ നാളെ ഒറ്റൊരു വീഡിയോ മതി നിങ്ങളുടെ ലൈഫ് മൊത്തം പറയാം. ഇപ്പം ന്യൂനിയാഷൻ്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞാൽ ഒറ്റ വീഡിയോ മതി, കനാൽ വീഡിയോ പറഞ്ഞാൽ ഒറ്റ വീഡിയോ മതി. സോ അത് യൂസ് ചെയ്യുക. സംഭവം ഞാൻ എൻ്റെ പേഴ്സണൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്തതിന് ശേഷമാണ് എനിക്ക് നെറ്റ്വർക്ക് ഒരുപാട് അതെ കണക്ഷൻസ് കിട്ടിയ ഒരുപാട്. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കാൻ കാരണം വീഡിയോയാ. ഞാൻ അതാ പറയണത്, നമ്മളിവിടെ ഇരിക്കാൻ കാരണം വീഡിയോയാ. എന്നെ ഡോട്ടിലേക്ക് ആദ്യം വിളിച്ച് സത്യം ഞാൻ എൻ്റെ പ്രൊഫൈൽ വീഡിയോ ഇറക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് നെറ്റ്വർക്ക് വന്നത്. അതിന് മുമ്പ് ഞാനൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തപ്പോൾ എനിക്ക് പെർമിഷൻ ഉണ്ടായില്ല. എത്ര ആൾ എൻ്റെ പ്രൊഫൈൽ ഇടാണ്ടിരുന്നു, എനിക്ക് പെർമിഷൻ ഇല്ലാതുകൊണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി തുടങ്ങിയത് ഈ 2 മാസം പുഷ് ചെയ്തത് വിപിൻ സാറും അഫ്താബൊക്കെയാണ് ഇന്റർവ്യൂല്. അവർ നല്ല രീതിയിൽ പേഴ്സണൽ ബ്രാൻഡും വീഡിയോസ് അതാണ്, അത് വേണം. അവര് നെറ്റ്വർക്കിൽ വേണം നമ്മൾ നിൽക്കാൻ. ഫ്രണ്ട്സ് ആയാലും എല്ലാവരും പുഷ് ചെയ്യണം, എല്ലാവരും പുഷ് ചെയ്ത് കോണ്ടന്റ്സ് ഇറക്കണം. നമ്മൾ കൺസ്യൂം ചെയ്യണ അനുസരിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമല്ലോ, എന്തായാലും വേണം.